ിലേക്ക് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം. രാവിലെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TV രാജേഷ്, M പ്രകാശൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി. സുമേഷ്, MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയപ്പോൾ വന്ന ഒഴിവാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് CPM-ന് മറ്റേത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കാൾ കൂടുതൽ അഭിമാനകരമായ ഒരു പോസ്റ്റ് കൂടി ആയതുകൊണ്ട് വളരെ ആകാംക്ഷയുണ്ട്. എന്തൊക്കെയാണ് അവിടെ കണ്ണൂരിൽ നടക്കുന്ന ചർച്ചകൾ? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ശ്രീജ, ഇന്ന് രാവിലെ 10 മണിക്കാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ഈ യോഗത്തിലാകും പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള, കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ജില്ല എന്ന നിലയിൽ ആ പാർട്ടിയെ നയിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുക. രാവിലെ 10 മണിക്കാണ് യോഗം നടക്കുക. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററും പങ്കെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് ശക്തിയുള്ള ജില്ലയിലെ അമരക്കാരൻ ഈ പാർട്ടിയെ നയിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ ആ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതായത് MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ഇപ്പോ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ KK രാഗേഷിനാകും ഈ ജില്ലാ സെക്രട്ടറിക്ക് അതിനുള്ള ഏറ്റവും സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതായത് 2 കാര്യമാണ് ഉള്ളത്. അതൊന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആൾ എന്ന നിലയിൽ KK രാഗേഷാണ്. ആ KK രാഗേഷിന് അതിനോട് സീനിയോറിറ്റിക്ക് സാധ്യതയുണ്ട്. രണ്ടാമത്തത് MV നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ KK രാഗേഷിന് സാധ്യത കൂടുതൽ. രണ്ടാമത്തത് TV രാജേഷാണ്. TV രാജേഷ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് MV ജയരാജൻ സ്ഥാനാർത്ഥിയായ ആ ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചിരുന്നത് TV രാജേഷാണ്. ഈ TV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടങ്ങളിലൊക്കെ പാർട്ടിയെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നതിന് TV രാജേഷ് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് TV രാജേഷിന്റെ സാധ്യതയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്ത് വരുന്നത്. പിന്നീടുള്ളത് M പ്രകാശ് മാഷാണ്. M പ്രകാശ് മാഷ് നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ M പ്രകാശ് മാഷയുടെ പേരും ഈ പരിഗണനയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ചേർന്ന 10 മണിക്ക് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇന്ന് പാർട്ടിയെ നയിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ജില്ലയെ പാർട്ടിയുടെ അമരക്കാരൻ ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ശരി, സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPM-ന്റെ ആരായിരിക്കും? ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയിൽ ആരായിരിക്കും പാർട്ടിയെ നയിക്കാൻ തലപ്പത്ത് വരിക? KK രാഗേഷാണോ? TV രാജേഷാണോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം.